ഹലോ, ഇന്നും കോഴിക്കോട് നമ്മൾ മെറിൻ ചേച്ചീൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി പയ്യോളി വണ്ടി വെച്ച് പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷം അവിടുന്ന് മലാപ്പറമ്പിലേക്കുള്ള ബസ്സിലാട്ടോ. അപ്പോൾ നല്ല അടിപൊളി മലയാളം പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോവാട്ടോ. അങ്ങനെ അവിടുന്ന് പോയി അവിടുന്ന് നമ്മൾ എന്താക്കി അവിടെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് ഇതിലെ പോയിക്കില്ല. അങ്ങനെ ഞാൻ കടലെല്ലാം വാങ്ങി വെറുതെ ഇങ്ങനെ നടന്നിങ്ങനെ പോവാട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ മെറിൻ ചേച്ചീൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സുഖമാട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കൽ. നിങ്ങളൊന്ന് നടന്നു നോക്കട്ടോ. എപ്പോഴും എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് നടന്ന് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മെറിൻ ചേച്ചീൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മെറിൻ ചേച്ചി ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനവും അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ പോയപ്പോൾ എന്താക്കി അല്ലേ നമ്മൾ എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യുക, ഇടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യണം നല്ലുള്ളത് നോക്കും. പിന്നെ ആദ്യം തന്നെ മൂപ്പറിട്ട ഡ്രസ്സ് തന്നെ ഒരു ക്രിസ്മസ് തീം പോലെ ഉണ്ട്. പക്ഷേ ഇതല്ല കേട്ടോ നമ്മളെ ഷൂട്ടിൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മളെന്താക്കി കുറച്ച് LED ലൈറ്റ്സൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ഓൾറെഡി പോയി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ലൈറ്റും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് എവിടെയാണ് വെക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചിന്തിക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ചുമരിൻ്റെ മുകളിൽ നമ്മൾ കുറേ സാധനം വെയിറ്റുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഹാങ് ചെയ്തെടുത്ത് വീഴുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കി വേറൊരു ഐഡിയ കണ്ടതാണ് കേട്ടോ. ശരിക്കും പറയുന്ന ഐഡിയ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ലായിരുന്നു. ലൈറ്റ് കത്തിച്ചതല്ല കേട്ടോ. ഈ ഡോറിൻ്റെ മുകളിൽ വെച്ച പോലത്തെ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കുറച്ച് മുന്നേ വാങ്ങി വെച്ച സാധനമായതിനെ കൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ കുറേ സാധനത്തിനൊക്കെ ഓരോ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഗമ്മൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റാക്കാം. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ അത്ര എന്താ പറയുക ഹാങ് ചെയ്ത് വെച്ചാൽ അത് വീഴുന്നുള്ളത് തീരെ ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈഡിൽ ഹാങ് ചെയ്ത് വെച്ച്, പക്ഷെ അത് വീണ് LED ലൈറ്റ്സിൻ്റെ നമ്മൾ കറണ്ടിൽ കുത്തുന്ന ഈ സാധനം പൊട്ടി. പിന്നെ എന്താ നമ്മൾ ചടച്ച്. പിന്നെ അന്ന് ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി കേട്ടോ. അതിലൊരു ഡ്രസ്സാണിത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മളെന്താക്കി ഫുഡൊക്കെ കഴിച്ച് വേറൊരു ഡ്രസ്സിൽ നമ്മൾ ഇറങ്ങി. വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ആഡ് ചെയ്യാനല്ല, ഞാനത് എടുക്കാനേ വിട്ടുപോയി. കാരണം നമ്മളിങ്ങനെ എടുക്കുന്ന ഈ ഒരു ഹരത്തിൽ അതങ്ങ് വിട്ടുപോയി. അങ്ങനെ ഇത് നമ്മളെ മൂന്നാമത്തെ ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാളും ഹാപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേറൊരു ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കാണാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞാൽ മെറിൻ ചേച്ചിക്ക് ജിമ്മിൽ പോകാണ്ടായിരുന്നു. പിന്നെ മോനിതാ എവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടായിരുന്നു പോകുന്നത്. അങ്ങനെ ഞാനും ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ലീവ് ചെയ്യാൻ തുടങ്ങി. ഒരു 5 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടോ. അങ്ങനെ പയ്യോളി എത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.